പലരും പറയുന്നുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന്. അന്ന് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം കുറേ ആളുകൾ. പിന്നെ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, അന്ന് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. 92-ലൊക്കെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് പറയുന്ന ഗീതാ വിജയനൊക്കെ പറഞ്ഞത് എന്താണ്, അന്ന് ഇങ്ങനെയൊരു സംവിധാനമില്ല, താരസംഘടനയില്ല, പ്രതികരിക്കാൻ വേദിയില്ല, അതുകൊണ്ട് പല കാര്യങ്ങളും അന്നുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ ആളുകൾ പറയാതിരുന്നിട്ടുണ്ടാകും. പക്ഷേ പുതിയ കാലത്തിലെ സ്ത്രീകൾ പറയാൻ തയ്യാറാണ്. അവർക്കൊപ്പം പഴയ കാലത്തെ സ്ത്രീകളും രംഗത്ത് വന്ന് 10 വർഷം 15 വർഷം മുൻപുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം അസത്യമാണ്. അന്ന് പറഞ്ഞതുകൊണ്ട്, അല്ല അന്ന് പറയാതിരുന്നത് കൊണ്ട് പീഡനം ഇല്ലാതാകുന്നില്ല. അത് നള്ളിഫൈ ചെയ്യാൻ എങ്ങനെയാണ് കഴിയുക? അന്ന് പറഞ്ഞില്ല, നിങ്ങൾ അന്ന് സഹകരിച്ചു, അതിനുശേഷം ഇന്ന് നിങ്ങൾ അതേക്കുറിച്ച് തുറന്നു പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് ന്യായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ യുക്തി നിലനിൽക്കില്ല. കാരണം നിയമവ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ വെളിപ്പെടുത്താൻ തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്താം. നിങ്ങൾക്ക് തെറ്റാണെന്ന്, ഒരു ഒഫൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എപ്പോഴാണോ അപ്പോൾ വെളിപ്പെടുത്താം. അതെ, നിങ്ങൾ ഇരയാക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് വെളിപ്പെടുത്തേണ്ടത്.